സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഈശോ ദൈവപുത്രനാണ്. ദൈവപുത്രനായിരുന്നിട്ടും പാപമൊന്നും ചെയ്യാതിരുന്നിട്ടും അവൻ വലിയ വേദനയിലൂടെ കടന്നുപോയി. പരാതികളൊന്നുമില്ലായിരുന്നു, എന്നാൽ അവൻ സമാധാനത്തിലായിരുന്നു. അവൻ തന്നെ സമാധാനമായിരുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു ആശ്വസിപ്പിക്കുവാൻ. വലിയ വേദനയോടെ അവൻ കരഞ്ഞിട്ടുണ്ട്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ വലിയ വിലാപത്തോടെ അവൻ യാചനകൾ അർപ്പിച്ചു എന്ന് ഹെബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അവരിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മകനും മകളുമായെങ്കിൽ നീ ആയോ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ? എങ്കിൽ നടക്കേണ്ട വഴി അവൻ കാണിച്ചു തന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനയിലൂടെ. എന്നാൽ അങ്ങനെ നടക്കുമ്പോൾ നീ തന്നെ ഒരു വലിയ ആശ്വാസം നിന്നിൽ കണ്ടെത്തുവാൻ ഇടയാകും. കാരണം അവൻ നിന്റെ കൂടെയുണ്ട്, അവൻ നിന്നെ നയിക്കുന്നുണ്ട്. ധൈര്യമായിരിക്കുക. അങ്ങനെ അവനിൽ ശക്തിപ്പെട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.